കരങ്ങൾ ഉയർത്തി, ശബ്ദം ഉയർത്തി സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാം. ഒരു പ്രാവശ്യം കൂടെ ഹല്ലേലൂയ. എല്ലാവർക്കും ശാന്തമായ ദൈവസന്നിധിയിലിരിക്കാം. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സന്തോഷ് ഈശോ, ഇവാഞ്ചലിസ്റ്റ് ജിൻസൺ, ദയവായി നിങ്ങൾ രണ്ടുപേരും മുന്നോട്ട് വന്നാട്ട്. തുടർന്ന് നാം ദൈവത്തിന്റെ മനോഹരമായ വചനം കേൾക്കാൻ പോകുകയാണ്. കർത്താവിന്റെ ദാസന്മാരെ ഞാൻ അതിനുവേണ്ടി നിയോഗിക്കുന്നു. കടന്നു വന്ന എല്ലാവരെയും ദൈവമായ കർത്താവ് സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ 3 ദിവസം നാം ദൈവസന്നിധിയിൽ വളരെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിന്റെ ആഴമായ വചനം കർത്താവിന്റെ ശ്രേഷ്ഠദാസന്മാർ നമുക്ക് നൽകി. അപ്പോൾ തന്നെ പ്രതിസന്ധിയുടെ കടുവിൽ കൂടെ സഭ കടന്നുപോയപ്പോൾ കർത്താവ് പ്രാർത്ഥനയ്ക്കകത്ത് പൊതിഞ്ഞ് സഭയെയും ആ വാത്സല്യ കുടുംബത്തെയും നിർത്തിയതോർത്ത ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കരങ്ങൾ ഉയർത്തി സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മളിൽ വന്നിരിക്കുന്ന ആ തീയുടെ പൊരി അത് ഊതി വലുതാക്കി എന്ന് പറഞ്ഞാൽ ആത്മീകത്തിൽ വന്നിരിക്കുന്ന ചലനം അതിനി നിന്നു പോകാൻ ഇടയാകരുത്, അത് നഷ്ടമായി പോകാൻ ഇടയാകരുത്. അത് വലുതായി വർദ്ധിച്ച് സ്തോത്രം പാസ്റ്റർ ബാബു ചെറിയാൻ ഓർപ്പിച്ചതുപോലെ ഇവിടെ നിന്നൊരു ഉണർവ്, ഒരു ഉയർച്ച, ഒരു സന്തോഷം ഉണ്ടാകുവാൻ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ധാരാളം പേർ സാക്ഷ്യം പറയാനായിട്ടുണ്ട്, വിവിധ കാര്യങ്ങൾ പിന്നാലെ പറയാനായിട്ടുണ്ട്. എന്നാൽ ആരംഭത്തെ സമയം കർത്താവിൻ്റെ കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ വചനം സംസാരിക്കും. ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ വചനം സംസാരിക്കാൻ പോകുന്നത് റവറൻ സന്തോഷ് ഈശോ. നിങ്ങൾക്ക് മിക്കവർക്കും പരിചയമാണ്. കൊടുനിറ സാങ്കുട്ടിച്ചായൻ്റെ മരുമകനാണ് അദ്ദേഹം. അപ്പോൾ തന്നെ എൻ്റെ ഒരു കസിൻ കൂടെയാണ്. ഞാനത് ഇവിടുത്തെ പ്രാർത്ഥനയിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മാതാവിൻ്റെ ജ്യേഷ്ഠത്തിയുടെ മകനാണ് അദ്ദേഹത്തിൻ്റെ പിതാവ്, നിത്യത്തിൽ വിശ്രമിക്കുന്ന ഈശോച്ചായൻ. എൻ്റെ പിതാവിൻ്റെ സഹോദരിയുടെ മകളാണ് പ്രിയപ്പെട്ട മകൻ്റെ മമ്മി. അങ്ങനെ 2 ബന്ധങ്ങൾ എനിക്ക് ആ കുഞ്ഞുങ്ങളുമായിട്ടുണ്ട്. ഈ പ്രിയപ്പെട്ട മക്കൾ 3 പേരാണ്. മാതാപിതാക്കൾക്ക് 3 ആൺകുട്ടികൾ. അവർ 3 പേരും അമേരിക്കയിൽ നല്ല ജോലിയോടുകൂടെ കർത്താവിൻ്റെ വേലയ്ക്ക് ചുമൽ കൊടുത്തവരാണ്. എന്നാൽ പിതാവിൻ്റെ മരണശേഷം പ്രിയമകൻ അമേരിക്കയിൽ നിന്ന് തൻ്റെ ജോലിയെല്ലാം കളഞ്ഞിട്ട് ഇന്ത്യയിൽ വന്ന് സോൾ വിന്നേഴ്സ് ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്ന ആ മഹൽ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുവാൻ ഈ യൗവനക്കാരനെ ദൈവം ഉപയോഗിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് അനേകർ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ അവിടുത്തെ കളഞ്ഞിങ്ങോട്ട് വന്ന് ഇവിടെയുള്ള കഷ്ടപ്പെടുന്ന ജനത്തോടൊപ്പം കഷ്ടപ്പെടുവാനും പ്രവർത്തിപ്പാനും ഈ പ്രിയമകന് കൊടുത്ത കാഴ്ചപ്പാടിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിന് സ്തോത്രം. നിങ്ങൾക്കറിയാം, മധ്യപ്രദേശിലെ വർഷങ്ങൾക്ക് മുൻപ് ഇങ്ങനെ ഒരു സ്ഥാപനമുണ്ടായി. ബൈബിൾ കോളേജും സ്കൂളുകളും കോളേജുകളും കർത്താവിൻ്റെ അനേക സഭകളൊക്കെ സ്ഥാപിച്ച് കർത്താവിന് വേണ്ടി സമൃദ്ധിയായ വേല ചെയ്ത കർത്തൃദാസൻ താൻ നിത്യതയിൽ ചേർക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ പ്രവർത്തനം ശൂന്യമായി പോകാതിരിപ്പാൻ ദൈവം പ്രത്യേക നിയോഗം കൊടുത്ത് ഈ മകനെ ഇറക്കി. അതോർത്ത് സ്തോത്രമിൻ്റെ അല്പസാക്ഷ്യങ്ങൾ കൂടെ നമുക്ക് കേൾക്കാം. ഒരു സമയം ഞാൻ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഈ പ്രസംഗം ഹിന്ദിയിൽ നിന്ന് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുവാൻ കർത്താവിന്റെ ദാസൻ ജിൻസൺ, അദ്ദേഹം ഒരു സുവിശേഷ വേലക്കാരൻ, ഒരു ബൈബിൾ കോളേജ് അധ്യാപകനാണ്. ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല, ഇന്നാണ് കാണുന്നത്. നമ്മുടെ പാസ്റ്റർ MM ഷാജിയാണ് അദ്ദേഹത്തെ എനിക്ക് പരിചയപ്പെടുത്തി തന്നത്. കർത്താവിന്റെ ദാസന്മാരെ ഓർത്ത് സ്തോത്രം ചെന്ന് കരങ്ങളടിച്ച് അവരെ സ്വീകരിക്കാം. തുടർന്ന് അവർ അല്പസമയം ദൈവത്തിന് വന്ന് സംസാരിക്കും. ദൈവം നമ്മോട് ഇടപെടുമാറാകും. हालेलुया। परमेश्वर के अति पवित्र नाम की स्तुति हो। പിതാവാൻ ദൈവത്തിന്റെ അതിപവിത്രമായ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ സ്തുതി ചൊല്ലുന്നു. वेदी पर उपस्थित परमेश्वर के दास, उसी प्रकार सदस्य में बैठे हुए परमेश्वर के दास दासियों को जल्द आने वाले प्रभु यीशु मसीह के नाम से मेरा स्नेह वंदन। വേദിയിലായിരിക്കുന്ന പ്രിയ ദേവദാസന്മാർക്കും ഇവിടെ ഓഡിയൻസ് ആയിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. मैं आज बहुत खुश हूँ कि मुझको यहाँ पर परमेश्वर के वचन को बताने के लिए एक ऐसा अवसर परमेश्वर के दास ने बना के दिया. ഞാൻ ഇന്ന് വളരെ സന്തോഷവാനാണ്. ദൈവത്തിന്റെ വചനത്തിൽ സംസാരിക്കുവാനായിട്ട് ദേവദാസന്മാരാൽ എനിക്കും ഭാഗ്യം ലഭിച്ചു. परमेश्वर के दास, उनके बेटे को भी आज मैंने देखा और उनके परिवार के साथ में पिछले दिनों में मिलने के लिए परमेश्वर ने मुझे मदद किया. किस प्रकार से अनुग्रहित सेवकाई वो कर रहे हैं ये देखने के लिए प्रभु ने सहायता किया. इसलिए मैं परमेश्वर को धन्यवाद देता हूँ. പ്രിയ ദേവദാസനെയും പ്രിയ ദേവദാസന്റെ പുത്രനെയും ഞാൻ കാണുവാനായിട്ടിടയായി. അവരാൽ ദൈവം ഇവിടെ ചെയ്തെടുക്കുന്ന വേലകളെ കാണുവാനും ദൈവത്തെ സ്തുതിക്കുവാനും എനിക്കും ഇടയായി. प्रिय लूक अंकल, मेर्सी आंटी, उसी प्रकार कुंजमोन अंकल, सजी अंकल, कुड़ुंद्रा फैमिली के लोग और जिनको मैं जानता हूँ उनके साथ में एक और बार परमेश्वर की आराधना करने के लिए परमेश्वर ने मुझे मौका दिया. പ്രിയ ലൂക്ക് അങ്കിൾ, സജി അങ്കിൾ, അങ്ങനെ പലരുമായിട്ട് കാണുവാനും ദൈവത്തിൽ ആനന്ദിക്കുവാനും ദൈവം ഒരിക്കൽ കൂടി എനിക്കും ഭാഗ്യം തന്നു. IPC के आरंभ हुए इस
जगह में खड़े रहकर परमेश्वर का वचन बताना, यह सचमुच में एक आशीष की बात है। IPC ചർച്ചിന്റെ വേദിയിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിൽ സംസാരിക്കുവാനായിട്ട് എനിക്ക് കിട്ടിയ ഈ ഒരു ഭാഗ്യം എൻ്റെ ജീവിതത്തിൽ വളരെ വളരെ വിലയേറിയതാണ്. खास तौर पे मेरे परिवार का भी जो पाश्चात्य है वो पूरा IPC का है. എൻ്റെ കുടുംബത്തിന്റെ പശ്ചാത്തലം നോക്കിയാൽ അവർ പലരും IPC സഭയോട് ചേർന്ന് വിശ്വാസത്തിലായിരുന്നവരാണ്. मेरी माता के और मेरे पिता के सदस्य के जो परिवार हैं उनमें से कम एक व्यक्ति हर परिवार में से प्रभु की सेवा करता है. എൻ്റെ പിതാവിൻ്റെയും എൻ്റെ മാതാവിൻ്റെയും കുടുംബങ്ങളെ നോക്കിയാൽ അവരിൽ പലരും പല കുടുംബങ്ങളിലും ഏകദേശം ഒരു വ്യക്തിയെങ്കിലും ദൈവത്തിന്റെ വേല ചെയ്യുന്ന വ്യക്തികളാണ്. और वे सब IPC के साथ में मिलकर प्रभु की सेवा करते हैं. അവരും IPCയോട് ചേർന്നാണ് ദൈവത്തിന്റെ വേലയിലായിരിക്കുന്നത്. 1957 की बात है. एक परमेश्वर के दास, IPC के एक परमेश्वर के दास अरनुटी मंगलम नामक जगह पर आए और उन्होंने परमेश्वर का सुसमाचार सुनाया. 1957 അറുന്നൂറ്റി മംഗലം എന്ന സ്ഥലത്ത് ഒരു ദേവദാസൻ വരുവാനും വചനം ഘോഷിക്കുവാനിടയായത്. अपना हृदय उस समय 12 साल की उम्र में मेरे पिताजी ने परमेश्वर को दे दिया. ഞാൻ 12ാമത്തെ വയസ്സിലായിരുന്നു. 12ാമത്തെ വയസ്സിൽ ഞാൻ എൻ്റെ ഹൃദയത്തെ ദൈവവേലയ്ക്ക് ദൈവത്തിനെ ഞാൻ സമർപ്പിച്ചു. और उसके बाद में अरनुटी मंगलम में उस पास्टर को ले जाकर वहाँ पर छोटे छोटे एक ग्रुप्स बनाकर वहाँ पर आराधना चालू करा. അറുന്നൂറ്റി മംഗലത്തെ ചെറിയ സഭകളായി ചെറിയ സമൂഹങ്ങളായി ഞങ്ങൾ ഓരോ സ്ഥലത്ത് ചെന്ന് അവിടെ സഭകൾ സ്ഥാപിക്കുവാനായിട്ടിടയായി. आज अरनुटी मंगलम में जो IPC की सभा है उसके पहले विश्वासी जो है मेरे पापा थे. അറുന്നൂറ്റി മംഗലത്തുള്ള ആദ്യ സഭയിലെ ആദ്യ വിശ്വാസി എൻ്റെ പിതാവാണ്. आज हमारे जितने भी वहाँ पर जो कजिन्स हैं, भाई हैं, उसमें से सारे लोग परमेश्वर की सेवा देश विदेश में करते हैं. ആ സ്ഥലത്തുള്ള എൻ്റെ സഹോദരന്മാർ, എൻ്റെ കസിൻസ് പലരും ദേശങ്ങൾ കടന്ന് യേശുവിൻ്റെ സുവിശേഷ വേലയിലായിരിക്കുന്നു. पापा भी उनकी 19वीं साल की उम्र में ITI को करने के बाद में नॉर्थ इंडिया में जाके परमेश्वर उन्होंने नौकरी करने के लिए वो वहाँ पर गए. എൻ്റെ പിതാവും ITI പഠിച്ചതിന് ശേഷം നോർത്ത് ഇന്ത്യയിലേക്ക് വേലയ്ക്കായി കടന്നുപോയിരുന്നു. इरिगेशन डिपार्टमेंट के एक इंजीनियर बनकर वो वहाँ पर गए थे. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ എഞ്ചിനീയർ ആയിട്ടാണ് താൻ അവിടെ കടന്നു ചെന്നത്. वहाँ पर जाने के बाद उनको मालूम पड़ा कि जिस जगह पर परमेश्वर ने उन्हें इंजीनियर बना के भेजा है उसके 4000 गाँवों में कोई भी चर्च नहीं है. താൻ അവിടെ കടന്നു ചെന്നപ്പോഴാണ് ദൈവം തനിക്ക് വെളിപ്പെടുത്തി കൊടുത്തത് താൻ ആയിരിക്കുന്ന ആ വില്ലേജ്, താൻ ആയിരിക്കുന്ന സ്ഥലത്ത് ഒരു സ്ഥലത്തും ദൈവത്തിന്റെ സഭയില്ല എന്ന്. उनको भाषा नहीं मालूम थी, खाना पीना उनको सूट नहीं करता था. वहां से वो वापस आने की एक मन में इच्छा रखते थे. तब परमेश्वर ने बोला कि मैं तुझे यहाँ पे गवर्नमेंट की सेवकाई के लिए नहीं, मेरी सेवकाई के लिए लेकर തനിക്ക് അവിടുത്തെ ഭാഷ അറിയത്തില്ലായിരുന്നു, അവിടുത്തെ ഭക്ഷണ കാര്യങ്ങൾ തനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, തന്നെ അവിടെ ദൈവം എത്തിച്ചത് അവിടെ സുവിശേഷ വേലയ്ക്കായിട്ടാണ് എന്ന് തനിക്ക് മനസ്സിലായി. के अब्राहम अपचन की गवाहियां वो हमको बचपन में सुनाया करते थे. के अब्राहम अपचന്റെ സാക്ഷ്യം ഞങ്ങൾ ചെറുതായിരുന്നപ്പോൾ കേൾക്കുവാനായിട്ടിടയായിട്ടുണ്ട്. एक बार यहाँ के बाइबल कॉलेज में अनाज खत्म हो गया था. के अब्राहम अपचन ने विश्वास के द्वारा अम्मची को बोला कि आप पानी चढ़ाओ. कोई जो है बैलगाड़ी पर सामान लेके आया और उस दिन बाइबल कॉलेज में आहार मिला. തന്റെ സാക്ഷ്യം ഞങ്ങൾ കേട്ടിട്ടുണ്ട്. കുതിരവണ്ടിയിൽ വെള്ളം കൊണ്ടുവന്ന കഥയും അങ്ങനെ പല കഥകളും അമ്മച്ചിലൂടെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. उसी प्रकार की एक अपोस्टोलिक स्ट्रेटजी के द्वारा मध्य प्रदेश में सोल विनर्स इंडिया का आरंभ हुआ. അവിടെയും മധ്യപ്രദേശിലും സോൾ വിന്നേഴ്സ് ഇന്ത്യ എന്ന പേരിൽ ഒരു സുവിശേഷ വേല തുടങ്ങുവാനായിട്ട് അതേ ആത്മാവിൽ അദ്ദേഹം ഇറങ്ങിത്തിരിച്ചു. क्योंकि उनको मालूम था कि उनकी मलयालम भाषा की परिमिति के कारण वो ज्यादा जगह पर जाकर सुसमाचार सुना नहीं पाते. തനിക്കറിയാമായിരുന്നു തന്റെ ഭാഷയുടെ മലയാളം ഭാഷയുടെ പരിമിതികൾ കൊണ്ട് അധികം സ്ഥലത്ത് പോയി സുവിശേഷ വേല അറിയിക്കുവാൻ തനിക്ക് പറ്റുകയില്ല എന്ന് എനിക്കറിയാമായിരുന്നു. आदिवासियों को, ग्रामवासियों को जिनके बीच में सुसमाचार नहीं पहुंचा था, बाइबल कॉलेज में बुलाकर उन्हें पढ़ाकर उनके गांव में वापस सुसमाचारों के रूप में भेजने लगे. ആദിവാസികളുടെയും ദലിതരുടെയും സുവിശേഷം അറിയിക്കുവാനായിട്ട് തനിക്ക് പറ്റുകയില്ലായിരുന്നു. അതുകൊണ്ട് ഇവിടെ ബൈബിൾ കോളേജിൽ കൊണ്ടുവന്ന് അവർക്ക് വേണ്ടി സുവിശേഷം അറിയിച്ചു കൊടുത്തു. आज सोल विनर्स इंडिया भारत के 25 स्टेटों में, नेपाल में, श्रीलंका में, भूटान में परमेश्वर की सेवा करता है. ആ ദൈവവേല ഇപ്പോൾ നേപ്പാൾ, ഭൂട്ടാൻ അങ്ങനെ ഭാരതത്തിന്റെ പല സ്ഥലങ്ങളിലും ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. इंदौर में एक बाइबल कॉलेज है. उसके अलावा 13 लोकल भाषाओं के अंदर 13 अलग अलग स्टेटों के अंदर ट्रेनिंग सेंटर्स चलते हैं. ഇൻഡോർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ബൈബിൾ കോളേജ് ഉണ്ട്. അവിടുന്ന് 13 ഭാഷകളിൽ പല സ്ഥലങ്ങളിലായി ദൈവത്തിന്റെ വേല ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. परमेश्वर के नाम की स्तुति हो. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. मेरे पास में जो समय है वो परिमित है, इसलिए मैं जल्दी से परमेश्वर के वचन में जाना चाहूंगा. എനിക്ക് ലഭിച്ചിരിക്കുന്ന ഈ സമയം നന്നായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. जो परमेश्वर ने मुझे वचन दिया है, पहला शमूएल उसका 3रा अध्याय है, उसका 10वां वचन हम लोग पढ़ेंगे. ഇന്ന് ദൈവം നമുക്ക് നൽകി തന്ന വചനം 1 ശമൂവേൽ അതിന്റെ 3-ാം അധ്യായം 10-ാമത്തെ വാക്യം. 1 ശമൂവേൽ 3-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം.
അപ്പോൾ യഹോവ വന്നു നിന്ന് മുമ്പിലത്തെ പോലെ ശമൂവേലേ ശമൂവേലേ എന്ന് വിളിച്ചു. അതിന് ശമൂവേൽ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞു. आमेन। ആമേൻ. मेरी वाइफ के पापा सामकुटी कुडुंदरा फैमिली के जो है, उनके द्वारा इस कलीसिया में चलने वाली सुसमाचार की सेवकाइयों के बारे में मैं सुनता हूँ। എൻ്റെ ഭാര്യയുടെ പിതാവായിരിക്കുന്ന അദ്ദേഹത്തിലൂടെ ഈ സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദൈവവേലയെക്കുറിച്ച് ഞാൻ കേൾക്കുമായിരുന്നു. वो जब भी इसको बताते हैं वो बड़े खुश होते हैं कि शारजा की उनकी जो नौकरी का जीवन खत्म कर यहाँ पर जो आए हैं उनको सुसमाचार सुनाने के लिए परमेश्वर ने अनुग्रहित मौका दिया है। അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു, ഷാർജയിൽ തന്നായിരിക്കുന്ന വേല വിട്ടുകൊണ്ട് ദൈവത്തിന്റെ വേല അറിയിക്കുവാൻ തന്നെ ദൈവം ഇവിടെ കൂട്ടി വരുത്തിയെന്ന്. और उसके लिए वो बहुत ही आनंदित होते हैं। इस कलीसिया के लिए मैं उसके लिए परमेश्वर को धन्यवाद। ഈ സഭയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ വളരെയധികം ആനന്ദിക്കുന്നു. ये जो वचन हम लोगों ने आज यहाँ पर पढ़ा, हम सब लोगों को बड़ा सुपरिचित है। ഇന്ന് നമ്മൾ വായിച്ചു കേട്ട വചനം നമുക്ക് ഓരോരുത്തർക്കും സുപരിചിതമായ വചനമാണ്. शमूएल से परमेश्वर बात करता है। ശമൂവേലിനോട് ദൈവം സംസാരിക്കുന്ന ഒരു വചനമാണിത്. God is a God who speaks to his people. നമ്മുടെ ദൈവം ഓരോ മനുഷ്യരോടും സംസാരിക്കുന്ന, ഇടപെടുന്ന ഒരു ദൈവമാണ്. It's not a feeling, we can see it through our spiritual eyes and we can hear it through our spiritual ears. അതൊരു അനുഭവം മാത്രമല്ല, നമ്മുടെ ആത്മിക കണ്ണുകളാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. When God speaks, it's not like the other people speaking. ദൈവം സംസാരിക്കുമ്പോൾ അത് മറ്റുള്ളവർ സംസാരിക്കുന്ന രീതിയിലല്ല. When he speaks, he is going to do what he speaks. ദൈവം സംസാരിക്കുമ്പോൾ താൻ സംസാരിക്കുന്ന കാര്യം ചെയ്യുമെന്ന് ഉറപ്പോടെയാണ് സംസാരിക്കുന്നത്. यहाँ पर परमेश्वर शमूएल से बात करता है। ഇവിടെ ശമൂവേലിനോടാണ് ദൈവം സംസാരിക്കുന്നത്. बहुत ही एक अनुग्रहित वचन यहाँ पर लिखे हुए हैं। വളരെ അനുഗ്രഹപ്പെട്ട വചനമാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. शमूएल से बातें करने की और नहीं जाना चाहता। അവിടെ ശമൂവേലിനോട് സംസാരിക്കാനായിട്ട് ഇനിയും ആഗ്രഹിക്കുന്നില്ല. उसके पहले और दूसरे वचन की ओर मैं आपके ध्यान को ले जाना चाहता हूँ। അതിന്റെ മുന്നിലുള്ള കുറച്ച് വചനങ്ങളിലേക്ക് നിങ്ങളുടെ കണ്ണുകളെ ഓടിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. तीसरा अध्याय उसका पहला वचन और दूसरा वचन। 3-ാം അധ്യായം അതിന്റെ 1-2 വചനങ്ങൾ. ശമൂവേൽ ബാലൻ ഏലിയുടെ മുമ്പാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു, ദർശനം ഏറെ ഇല്ലായിരുന്നു. ആ കാലത്ത് ഒരിക്കൽ ഏലി തന്റെ സ്ഥലത്ത് കിടന്നുറങ്ങി. കാണുവാൻ വഹിയാതെ വണ്ണം അവന്റെ കണ്ണ് മടുത്തു തുടങ്ങിയിരുന്നു. Is it Israel we had been speaking about from long time? ഇവിടെ ഇസ്രായേലിനോടാണ് വളരെ അധികം കാലങ്ങൾ മുതൽ സംസാരിച്ചു വരുന്നത്. क्या ये वही इस्राएल है जिसके बारे में हम बात करते हैं? ഈ ഇസ്രായേലിന്റെ കാര്യമാണോ നമ്മൾ സംസാരിക്കുന്നത്? ओ जिसका परमेश्वर बुलाने वाला जिंदा खुदावंद है। ആ ഇസ്രായേലിന്റെ പിതാവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിക്കുന്ന ജീവനുള്ള ദൈവമാണ്. ये कैसी अवस्था इस्राएल के अंदर आ गई है? അങ്ങനത്തെ ഒരു അവസ്ഥ ഇസ്രായേൽ ജനതയുടെ ജീവിതത്തിൽ കടന്നു വന്നു. हम लोग देखते हैं कि इस्राएल के लोगों के बीच में से दर्शन खत्म हो गए। ഇസ്രായേൽ ജനതയുടെ ഭാഗത്ത് അവരുടെ ഇടയിൽ ദർശനങ്ങൾ കുറഞ്ഞു പോയ ഒരു അവസ്ഥയാണ്. एली जो पुरोहित बनकर उनके बीच में है, ഏലി പുരോഹിതനായി അവരുടെ മധ്യത്തിലുണ്ട്. वो आंखों से देख नहीं पा रहा। അദ്ദേഹം കണ്ണുകൾ കൊണ്ട് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. अपनी एक ही जगह पर बैठा हुआ है। അദ്ദേഹം ഒരേ സ്ഥലത്ത് തന്നെ ഇരിക്കുകയാണ്. वो वहां से हिल नहीं पा रहा। അവിടെ നിന്ന് അനങ്ങുന്നത് കൂടെയില്ല. पर फिर भी इस्राएल आगे चल रहा है। वो परमेश्वर की एक दया मात्र है। പിന്നെയും അവിടെ കാണുവാൻ സാധിക്കുന്ന ഇസ്രായേൽ ജനത മുന്നോട്ട് പോകുന്നു. അത് പിതാവാൻ ദൈവത്തിന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. हालेलुया। ഹല്ലേലൂയ. उस ऐसे समय में അങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ दूसरे वचन में लिखा हुआ एक रात को, രണ്ടാമത്തെ വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നു ഒരു രാത്രിയിൽ. एक रात को। ഒരു രാത്രിയിൽ. आज मेरे जो प्रचार का विषय है वो उसी रात के विषय में। ഇന്ന് എന്റെ പ്രസംഗ വിഷയം ഇതാണ്, ആ രാത്രിയുടെ അവസ്ഥകൾ. बाइबल में हम बहुत सारी रातों को देख सकते हैं। നമ്മൾ ബൈബിളിൽ വേദപുസ്തകത്തിൽ പല രാത്രികളുടെ കഥകളും കാണുവാനായിട്ട് സാധിക്കുന്നു. रातों रात परमेश्वर ने अपने बच्चों के लिए अद्भुत कार्य किए। രാത്രിക്ക് രാത്രി തന്നെ പിതാവാൻ ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി അത്ഭുത കാര്യങ്ങൾ പ്രവർത്തിക്കുന്നു. रातों रात शत्रु की सेना ने इस्राएल को घेर लिया। ശത്രുക്കൾ ഇസ്രായേലിന്റെ മേലിൽ വന്ന് അവരെ കീഴ്പ്പെടുത്തിയിരിക്കുന്ന അവസ്ഥകൾ. अलग अलग रातों के बारे में हम लोग बाइबल में पढ़ते हैं। അങ്ങനെ പല രാത്രികളുടെ കഥകൾ നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നു. मैं जब इसके बारे में सोच रहा था, ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ सारी दुनिया के लिए उजियाला था।
എല്ലാ ദേശത്തും ഈ ഭൂലോകത്ത് എല്ലായിടത്തും വെളിച്ചമുണ്ടായിരുന്നു. पर तिमाई के पुत्र बर्तिमाई के लिए एक अंधियारा था. തിമായിയുടെ പുത്രൻ ബർത്തിമായിക്ക് മാത്രം എല്ലാം അന്ധകാരമായിരുന്നു. Some nights are personal nights. അത് നമ്മുടെ രാത്രി നമ്മുടെ വ്യക്തിഗത രാത്രികളാണ്. വ്യക്തിപരമായിട്ടുള്ള രാത്രികൾ. വ്യക്തിപരമായിട്ടുള്ള രാത്രികളാണ്. मैं क्या करूं, मैं क्या करूं, मैं कैसे जाऊं, कुछ भी समझ में नहीं ഞാൻ आता. എന്ത് ചെയ്യും, ഞാൻ എങ്ങനെ ചെയ്യും, ഞാൻ എങ്ങനെ പോകും എന്ന് ഒന്നും മനസ്സിലാകാത്ത അവസ്ഥ. लोग जब दिन को देखकर उल्लास मनाते हैं, मेरे मन के अंदर ही अंदर कष्ट और वेदना मुझे निचोड़ देती है. ജനം ഈ വെളിച്ചത്തെ കണ്ട് സന്തോഷിക്കുന്ന സമയത്തും എന്റെ ഹൃദയത്തിൽ ഞാൻ നിരാശത്തിൽ ദുഃഖത്തിലായിരിക്കുന്നു. The night seasons of every person. ആ അന്ധകാരത്തിന്റെ അവസ്ഥ ഓരോ ജീവിതത്തിലും. भजन संहिता वाला बोलता है कष्टकालम. സങ്കീർത്തനക്കാരൻ പറയുന്നു കഷ്ടത്തിന്റെ കാലങ്ങൾ. ये कष्ट काल सबके जीवन में आता है. ഈ കഷ്ടത്തിന്റെ അവസ്ഥകൾ കാലങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ കടന്നു हर വരുന്നതാണ്. एक व्यक्ति के जीवन में ये कष्ट का समय आता है. ഓരോ ജീവിതത്തിലും ഈ കഷ്ടത്തിന്റെ അവസ്ഥ കടന്നു और വരുന്നതാണ്. परमेश्वर ने ये वचन मुझको क्यों दिया ये मैं जानता नहीं हूं. हो सकता है कि आप भी इस समय से गुजर रहे हो. ഈ വചനം ദൈവം എനിക്ക് എന്തിനു തന്നു എനിക്കറിയത്തില്ല. ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും, നിങ്ങളിൽ ഓരോരുത്തരും അതേ അവസ്ഥയിലൂടെ ആയിരിക്കും കടന്നു मैं പോകുന്നത്. क्या करूं मुझे समझ में नहीं आता. ഞാൻ എന്ത് ചെയ്യും എനിക്കറിയുന്നില്ല. लोग मेरी निंदा करते हैं. ആൾക്കാർ എന്നെ നിന്ദിക്കുന്നു, लोग मेरा अपमान करते हैं. എന്നെ ആൾക്കാർ അപമാനിക്കുന്നു. आगे का रास्ता क्या है എന്റെ मुझको नहीं मालूम. മുന്നിലേക്കുള്ള വഴികൾ എനിക്കറിയത്തില്ല. Oh hallelujah, when no one is with you, I want to remind you today morning that the Lord who has created you for a purpose is looking at you. ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത്, നിങ്ങൾ ആ അവസ്ഥയിലായിരിക്കുമ്പോൾ ദൈവം നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ऐसी ही एक अवस्था में से हन्ना गुजर रही थी. അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മളും കടന്നു പോകുന്നത്. वो उसकी साथी पेनिन्ना उसको चिढ़ाती थी. അന്നയും പെണ്ണിനെയും അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. वो उसका पति उसका साथ तो देता था, पर उसके जीवन के अंदर एक खालीपन था. ഭർത്താവ് കൂട്ടത്തിലുണ്ടായിരുന്നു, പക്ഷെ തന്റെ ജീവിതത്തിൽ ഒന്നുമില്ലായ്മയാണ് താൻ അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. उसके जीवन में अंधियारा था, परमेश्वर ने एक उजियाला पहले से उसके लिए सोच के रखा था. ഭൂലോകത്തിൽ അന്ധകാരമായിരുന്നപ്പോൾ തന്റെ ജീവിതത്തിൽ പിതാവാൻ ദൈവം വെളിച്ചം നേരത്തെ She കണ്ടുവച്ചിരുന്നു. was crying and crying and crying. അവൾ കരയുകയായിരുന്നു. एली उससे आके पूछता है क्या तू पागल हो गई है? ഏലി അവിടെ വന്ന് ചോദിക്കുന്നു, നീ ഒരു ഭ്രാന്തിയാണോ എന്ന് ചോദിക്കുന്നു. ओ ये अंधा एली. ആ അന്ധനായ ഏലിയാണ് ചോദിക്കുന്നത്. ओ एक जगह पर लेटे रहने वाला एली. ഒരേ ഒരു സ്ഥലത്തിരിക്കുന്ന ഏലിയാണ് ഇത് ചോദിക്കുന്നത്. इस हालेलुया दर्शन को अपने पेट के अंदर संभाल के रखने वाली हन्ना से आके पूछता है क्या तू पागल हो गई है? ദർശനത്തെ തന്റെ വയറിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഹന്നയോടാണ് ഏലി വന്ന് ചോദിക്കുന്നത്, നീ ഭ്രാന്തിയായോ എന്ന്. आज तुझे पागल समझने वाले कोई भी क्यों ना हो, कल तेरा दर्शन जब तुझसे बाहर आएगा वो तेरे परमेश्वर की आराधना എന്നെയും करेंगे. നിങ്ങളെയും ഭ്രാന്തന്മാരായിട്ട് കാണുന്നവരോട് പറയാനുള്ളത്, നമ്മൾ ആ ദർശനം പ്രാപിച്ചവരാണ്. എന്റെ ദൈവത്തിന്റെ ദർശനം ഞാൻ പ്രാപിച്ചിരിക്കുന്നു. हन्ना गर्भवती हुई. ഹന്ന ഗർഭവതിയായി. ओ उसने गर्भ धारण किया. താൻ ഗർഭവതിയായിരിക്കുന്നു. ओ गर्भ धारण करने के बाद में उसने एक पुत्र को जन्म दिया. ആ ഗർഭവതിയായതിനു ശേഷം താൻ ഒരു പുത്രന് ജന്മം കൊടുക്കുന്നു. जैसा उसने वायदा किया था कि इस पुत्र को मैं देवालय में दे दूंगी, उसने अपने पुत्र शमूएल को देवालय में दे താൻ दिया. ദൈവത്തോട് പറഞ്ഞതുപോലെ തന്നെ ഞാൻ എന്റെ പുത്രനെ നിനക്ക് വേണ്ടി സമർപ്പിക്കുന്നു. അങ്ങനെ തന്നെ താൻ ചെയ്യുവാനായിട്ടിടയായി. शमूएल देवालय में एली के साथ में रहने लग गया. ശമൂവേൽ ദൈവാലയത്തിൽ ഏലിയുടെ കൂട്ടത്തിൽ താമസം തുടങ്ങിയിരിക്കുന്നു. लोग यहाँ पर देखते हैं कि परमेश्वर के संदूक रखी वाली जगह पर शमूएल रहता था. നിയമപ്പെട്ടകം എവിടെയാണോ ഇരിക്കുന്നത് അവിടെയാണ് ശമൂവേൽ ബാലൻ വളരുന്നത്. हालेलुया. ഹല്ലേലൂയ. കഷ്ടകാലത്തിൽ ഞാൻ വിളിച്ചപേക്ഷിച്ചു. कष्ट के समय में मैंने परमेश्वर से पुकारा था. इस दीन जन ने पुकारा और यहोवा ने सुन लिया. ഈ ദീനനായവൻ പ്രാർത്ഥിച്ചു, അപേക്ഷിച്ചു, എന്റെ പിതാവായ യഹോവ അവൻ കേട്ടു. When you are going through a night season, the first thing and the last thing you have to remember is you have to be in the presence of the Almighty Lord. ഇരുട്ടിന്റെ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ആദ്യവും അവസാനമായും ഞാൻ നിങ്ങളെ ഓർത്തു വെക്കേണ്ട കാര്യമാണ്, നമ്മൾ ആ പിതാവാൻ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ മുന്നോട്ട് പോവുക. I know you had been fasting and praying for the past few days. എനിക്കറിയാം നിങ്ങൾ ഫാസ്റ്റിംഗിൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരുന്നു 2 ദിവസം And there മുമ്പ്. is a night season which is surrounding the church of God throughout the world. നിങ്ങളുടെ ജീവിതത്തിലും ഈ സഭയുടെ ജീവിതത്തിലും ഒരു അന്ധകാരത്തിന്റെ ശക്തി ഉണ്ടായിരുന്നു. But God says, I will use you for something good. പക്ഷേ പിതാവാൻ ദൈവം പറയുന്നത്, ഞാൻ നിങ്ങളെ ചില കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പോകുന്നു. एक समय के बदलाव के लिए परमेश्वर शमूएल को देख रखा था. ചില സമയങ്ങളുടെ ചേഞ്ചസിന് വേണ്ടി ശമൂവേലിനെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. भविष्यवक्ताओं का समय चालू होने वाला था. ഇവിടെ പ്രവാചകന്മാരുടെ സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു.
भविष्यवक्ताओं का समय चालू होने वाला। പ്രവാചകന്മാരുടെ സമയം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. शमूएल को परमेश्वर खड़ा कर रहा है। ശമൂവേലിനെ ദൈവം നിർത്തുവാൻ പോവുകയാണ്. A shift which is taking place in this night. അവിടെ ഒരു ചേഞ്ച് ആണ് രാത്രിയിൽ കാണുവാൻ സാധിക്കുന്നത്. मैं कुछ रातों के बारे में आप लोगों से बात करना चाहता हूँ। കുറച്ച് രാത്രികളുടെ കഥകൾ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ ഞാൻ दूसरे ആഗ്രഹിക്കുന്നു. राजा की पुस्तक उसका 6वां अध्याय उसका 14 वचन हम लोग രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 6वां अध्याय അതിന്റെ 6-ാം അധ്യായം 14-ാം വചനം. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 6:14. You know this story also. നിങ്ങൾക്ക് ഈ കഥ നന്നായിട്ട് അറിയാം. रात के रात में एलिशा को इस्राएल को हराने के लिए आरामी सेना ने उसको चारों तरफ से घेर लिया। രാത്രി യാമങ്ങളിൽ ഇസ്രായേലിനെ വളഞ്ഞുകൊണ്ടിരിക്കുന്ന സൈന്യത്തിന്റെ കഥയാണ് നിങ്ങൾ അവിടെ വായിച്ചത്. आज रात काल में आपको बताना चाहता हूँ ഇന്നത്തെ ഈ രാത്രിയുടെ അവസ്ഥയിൽ നിങ്ങളോട് ഞാൻ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. शत्रु के हथियार अलग अलग है ശത്രുവിന്റെ ആയുധങ്ങൾ പലവിധമാണ്. पर उसका लक्ष्य केवल एक ही है। അവന്റെ ലക്ഷ്യം ഒന്ന് മാത്രമാണ്. परमेश्वर ने जो आपके अंदर इंस्टॉल करके रखा हुआ है उसको वो खत्म करना चाहता है। പിതാവായ ദൈവം നിന്റെ ഹൃദയത്തിന്റെ അകത്ത് നിക്ഷേപിച്ചതിനെ നശിപ്പിക്കുവാനായിട്ടാണ് അവൻ ആഗ്രഹിക്കുന്നത്. इसके पहले एलिशा के विषय में उसके राजा के लोग बोलते हैं कि जो तू अपने शयन कक्ष में देखता है वो जो है भेद एलिशा को परमेश्वर उसको प्रकट कर देता है। എലീശയുടെ രാജാക്കന്മാർ പറഞ്ഞത് നിന്റെ ജീവിതത്തിലുള്ളതിനെ എലീശയുടെ ജീവിതത്തിൽ കാണിക്കുക എന്നാണ്. Now what happens? People have surrounded the people of God. അവിടെ ദൈവജനത്തിനെ വളഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ്. वहां पर एलिशा ये प्रार्थना करता है कि परमेश्वर जो तू मुझको दिखा रहा है वो मेरे साथ में जो बालक खड़ा है उसको भी दिखा। അവിടെ എലീശ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? ദൈവമേ എനിക്ക് കാണിച്ചു തന്നതിന് എന്റെ കൂടെ നിൽക്കുന്നവരെയും കാണിച്ചു കൊടുക്കണമേ എന്ന്. First thing I want to speak about is the spiritual eyes. എനിക്ക് ആദ്യമായി നിങ്ങളോട് സംസാരിക്കാനുള്ളത് ഒരു ആത്മീക കണ്ണിനെ കുറിച്ചാണ്. परमेश्वर के दास ने एक आत्मिक दर्शन देखा, उसको कलीसिया के सामने प्रस्तुत किया। उस कलीसिया के सारे सदस्य मिलकर एक मन होकर प्रार्थना आराधना करने लगे। ദൈവത്തിന്റെ ദാസൻ ആത്മീയമായ ഒരു ദർശനം ലഭിച്ചു. അത് ഈ സഭയിലെ ഓരോരുത്തരേക്കും പകർന്നു തന്നിരിക്കുന്നു. അതിൽ അവർ മുന്നോട്ട് ജീവിക്കുന്നു. एक साथ मिलकर उपवास और प्रार्थना करने അവർ लगे। ഒത്തൊരുമിച്ച് ചേർന്ന് ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരിക്കുന്നു. यहाँ पर एलिशा के मन के अंदर सारी बातें दिख रही हैं। ഇവിടെ കാണുവാൻ സാധിക്കുന്നത് എലീശയുടെ ഹൃദയത്തിന്റെ അകത്ത് എല്ലാം കാണപ്പെട്ടിരിക്കുന്നു. इसके पहले हम लोग देखते हैं एलिया के जीवन में ഇതിന്റെ മുന്നിൽ നമ്മൾ വായിക്കുന്നത് ഏലിയായുടെ ജീവിതത്തിനെ കുറിച്ചാണ്. 3 साल तक अकाल था। 3 വർഷം അവിടെ കഷ്ടത്തിന്റെ അവസ്ഥയിലായിരുന്നു. अकाल पड़ा हुआ था, किसी को खाने पीने के लिए पीने के लिए कुछ नहीं था। അവിടെ തിന്നുവാനും കുടിക്കുവാനും ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയായിരുന്നു. 3 साल से मेघ नहीं बरसा था। അവിടെ 3 വർഷമായിട്ട് മഴ പോലും ഇല്ലായിരുന്നു. But the man of God saw a vision and he told to his disciple that go and see whether the rain is coming or not. അവിടെ ദൈവത്തിന്റെ ദാസനായ ആ വ്യക്തി കാണുന്നത് ഒരു വലിയ മഴ വരാൻ പോകുന്നു. നിങ്ങളുടെ ജനങ്ങളുമായി പോയി അത് കാണുക എന്നാണ് താൻ I കാണുന്നത്. know because I am a man of God that something is going to come. എനിക്കറിയാം ഞാൻ ഒരു ദൈവത്തിന്റെ ദാസനാണ്. പക്ഷെ എനിക്ക് ദൈവം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു എന്തോ നടക്കുവാനായിട്ട് പോകുന്നു. I know a revival is going to come. ഒരു ഉണർവ് വരുവാനായിട്ട് പോകുന്നു. I can see it with my spiritual എന്റെ eyes. ആത്മീക കണ്ണുകളാൽ ഞാൻ അത് കാണുന്നു. I can feel it within myself. ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ അത് അനുഭവപ്പെടുന്നു. And that is what is driving me today morning, not my physical eyes. അതാണ് എന്റെ ജീവിതത്തിൽ എന്റെ ബാഹിക കണ്ണുകളെ നിയന്ത്രണത്തിൽ ഞാൻ ആകുവാൻ ആഗ്രഹിക്കാത്തക്കവണ്ണം എന്നെ ആക്കി തീർത്തത്. Go and see if you can see anything. എന്റെ അകം കണ്ണുകളോടെ എനിക്ക് കാണുവാൻ സാധിക്കുന്നു. First time, second time, third time, the 7th time, you go and see whether you can see anything. ഒന്നാമത്തെ പ്രാവശ്യം, രണ്ടാമത്തെ പ്രാവശ്യം, മൂന്നാമത്തെ പ്രാവശ്യം, 7ാമത്തെ പ്രാവശ്യം നീ പോയി നോക്കുക നീ കാണുന്നത് എന്താണ് എന്ന്. If it was a person from the Israeli people, they would have just rejected and gone back. ഇസ്രായേൽ ജനതയിൽ നിന്ന് ഒരു വ്യക്തിയായിരുന്നെങ്കിൽ അവരത് റിജക്ട് ചെയ്തു പോകുമായിരുന്നു. But he is a disciple of the living God's servant. പക്ഷേ ഇവിടെ ജീവനുള്ള ദൈവത്തിനെ ആരാധിക്കുന്ന ഒരു ദൈവദാസനായിരുന്നു കാണുന്നത്. He kept on going and after that he saw a small cloud of this size. അവൻ പൊയ്ക്കൊണ്ടായിരുന്നു. അതിനുശേഷം അവൻ ഈ ഒരു സൈസിൽ ഒരു വലിയ മേഘത്തെ അവിടെ കാണുവാനായിട്ട് സാധിച്ചു. Elisha asked to God and Elisha's servant started seeing with his spiritual eyes an army which is much more bigger than the army of the Aramites. ഏലീശ ദൈവത്തിലേക്ക് നോക്കിയിരുന്നപ്പോൾ തന്റെ സൈന്യങ്ങളും അവിടെ വന്നിരുന്ന ഓരോ പടയാളികളെ കാണുവാൻ
കാണുവാനിടയായി. Today morning God is speaking to me. ഇന്ന് ദൈവം എന്നോട് സംസാരിക്കുന്ന ഇതാണ്. Yes, of course there is a night time. അവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അന്ധകാരത്തിന് ഇരുട്ടിന്റെ അവസ്ഥയുണ്ട്. Yes, of course there is a night time for the church. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സഭയിൽ ഒരു അന്ധകാരത്തിന്റെ അവസ്ഥയുണ്ട്. Yes, of course there is a night time for the people who are walking with you. നിങ്ങളുടെ കൂട്ടത്തിൽ നടക്കുന്നവരുടെ ജീവിതത്തിൽ ഒരു ഇരുളിന്റെ അവസ്ഥയുണ്ട്. But I am not a dead God. I am the living almighty God and I have a purpose. ഞാൻ ജീവനുള്ള ദൈവമാണ്, ഞാൻ മരിച്ച ദൈവമല്ല, ഞാൻ നിങ്ങളുടെ കൂടെ ഇരുന്ന് വഴി നടത്തുന്ന Although ദൈവമാണ്. it might be finished with you, but it's not finished with me yet. നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും കഴിഞ്ഞിരിക്കുന്നു, പക്ഷേ ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാര്യവും There നിർത്തിവെച്ചിട്ടില്ല. is still something kept which I have to do. നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഇനിയും ചെയ്യുവാനായിട്ട് ഞാൻ വെച്ചിരിക്കുന്നു. Oh, उसने बोला कि परमेश्वर इन लोगों की आंखों को अंधा कर दे. परमेश्वर ने आरामी सेना की आंखों को अंधा कर അവൻ दिया. പറഞ്ഞു, ഈ സൈന്യങ്ങളുടെ കണ്ണുകളെ അന്ധമാക്കി തീർക്കുക. പിതാവൻ ദൈവം അങ്ങനെ തന്നെ इस ചെയ്തു. उपवास प्रार्थना के बाद में अंधकार के बीच में हम लोग भविष्यवाणियां करने वाले हैं. हम लोग परमेश्वर के नाम से कुछ बातें करने ഈ वाले ഉപവാസത്തിന്റെ हैं. പ്രാർത്ഥനയുടെ നടുവിൽ അന്ധകാരത്തിന്റെ ശക്തികളെ നമ്മൾ അന്ധരാക്കി തീർക്കുന്നവരായി തീരണം. कल के दिन तक तेरे पीछे रहने वाली उस शत्रु की सेना को पांव के नीचे दबाने के लिए तेरा परमेश्वर तुझे इस्तेमाल करने वाला है. നിന്റെ ജീവിതത്തിൽ നിന്നെ എന്നെയും പുറകിൽ നിന്ന് വലിക്കുന്ന ശക്തികളെ നമ്മുടെ പാദങ്ങൾ കൊണ്ട് താഴ്ത്തി വീഴ്ത്തുവാൻ പിതാവാൻ ദൈവം നമുക്ക് ശക്തി നൽകിയിരിക്കുന്നു. There is a night which frightens. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പേടിപ്പിക്കുന്ന രാത്രികളുണ്ട്. Hallelujah. ഹല്ലേലൂയ. मैं परमेश्वर की दास की गवाही सुनाना चाहता हूँ. ഞാൻ ഒരു ദേവദാസിന്റെ സാക്ഷ്യം പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. मध्य प्रदेश में एक परमेश्वर के दास हैं, उनका नाम है प्रकाश खरते. മധ്യപ്രദേശിൽ പ്രകാശ് കർത്തെ എന്ന ദേവദാസനുണ്ട്. वो उनके परिवार के अकेले बेटे थे और उनकी एक बहन भी थी. തന്റെ കുടുംബത്തിൽ താൻ ഒരേ ഒരു മകനായിരുന്നു, ഒരു സഹോദരിയും ഉണ്ടായിരുന്നു. शादी होने के बाद में सत्य परमेश्वर की खोज में वो लगे हुए थे. താൻ തന്റെ വിവാഹശേഷം സത്യദൈവത്തെ അന്വേഷിച്ച് മുന്നോട്ട് ഇറങ്ങുവാനിടയായി. उनके दो छोटे छोटे बच्चे थे. രണ്ട് കുഞ്ഞു കുട്ടികളായിരുന്നു എനിക്കുണ്ടായിരുന്നത്. एक दिन पास वाले गांव में जाकर परमेश्वर के वचन को उन्होंने सुना. ഒരിക്കൽ തന്റെ അടുത്തുള്ള ഒരു വില്ലേജിൽ ചെന്നുകൊണ്ട് താൻ ദൈവത്തിന്റെ വചനം കേൾക്കുവാനിടയായി. His heart filled with joy. തന്റെ ഹൃദയം വളരെ സന്തോഷപ്പെടുവാനിടയായി. Because he met with the God which he had been searching from long time. കാരണം ഒന്ന് മാത്രമാണ്, താൻ അന്വേഷിച്ച് നടന്ന ദൈവത്തിനെ താൻ അവിടെ വെച്ച് കണ്ടുമുട്ടുവാനിടയായി. वो उसने अपना जीवन परमेश्वर को दे दिया. താൻ തന്റെ ജീവിതത്തെ സമർപ്പിക്കുവാനിടയായി. ये खबर तुरंत उसके परिवार के अंदर पहुंची. തന്റെ കുടുംബത്തിലേക്ക് ഈ ഒരു കാര്യം എത്തിച്ചേരുവാനിടയായി. आदिवासी लोग हैं, അവർ ആദിവാസി കുടുംബമാണ്. जंगल के अंदर रहते हैं. അവർ കാടിന്റെ ഉള്ളിൽ വസിക്കുന്ന ജനമാണ്. उनके माता पिता ने बोला कि इस परमेश्वर को अगर तू नहीं छोड़ेगा तो हमको तुझे घर से बाहर निकालना पड़ेगा. തന്റെ മാതാവും പിതാവും പറഞ്ഞു, ഈ ദൈവത്തിനെ നീ വിട്ടുകളഞ്ഞില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ കുടുംബത്തിൽ നിന്ന് മാറ്റുമെന്ന് പറഞ്ഞു. उसने बोला कि तुम्हारी स्वത്ത് संपत्ति, तुम्हारी इस दुनिया की कोई भी चीज मेरे लिए जरूरी नहीं है. वो सत्य जो मैंने पाया है वही मेरे लिए काफी है. താൻ പറഞ്ഞു, ഈ ലോകമായ സമ്പത്ത് കാര്യങ്ങളൊന്നും എനിക്ക് ആവശ്യമില്ല, ഒരു സത്യത്തെ ഞാൻ അറിഞ്ഞിരിക്കുന്നു, ആ സത്യത്തെ മാത്രം എനിക്ക് മതി. उसे घर से बाहर निकाल दिया. തന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ വെളിയിലേക്ക് ഇറക്കി വിട്ടു. एक छोटे से झाड़ के नीचे वो और उसका परिवार रहने लगे. ഒരു ചെറിയ ചെടിയുടെ അടിയിൽ, ഒരു ചെറിയ കുടിലിന്റെ അടിയിൽ താനും കുടുംബവും പോയി താമസിക്കുവാനിടയായി. सुबह खाना बना के वो लोग खाते थे और परमेश्वर के सुसमाचार के लिए निकल जाते थे. രാവിലെ എണീറ്റ് ചെറിയൊരു ഭക്ഷണ കാര്യങ്ങൾ ഉണ്ടാക്കി കഴിച്ചുകൊണ്ട് ദൈവവേലയ്ക്ക് വേണ്ടി അവർ ഇറങ്ങിത്തിരിക്കുമായിരുന്നു. वो कुछ अगर रख के जाते थे तो कुत्ते बिल्ली आकर उनका खाना खा जाते थे. उनको शाम के लिए खाना नहीं रहता. ബാക്കി വന്ന ഭക്ഷണങ്ങൾ അവർ വെച്ചിട്ട് പോകുമ്പോൾ പട്ടിയും പൂച്ചയും ഒക്കെ വന്ന് അതിൽ നിന്ന് കഴിക്കുമായിരുന്നു. जहां कहीं पर वो आराधना करने के लिए जाते थे, किसी ने अगर उनको कुछ दे दिया तो वो लोग खा लेते थे, अन्यथा उनके पास में कुछ खाने के लिए അവർ नहीं. ആരാധിക്കാൻ കടന്നു പോകുന്ന സ്ഥലത്ത് ആരെങ്കിലും ഭക്ഷിക്കുവാൻ കൊടുത്താൽ മാത്രം അവർ കഴിക്കുമായിരുന്നു, ഇല്ലെങ്കിൽ അവർ കാലിയായി തിരിച്ചു വരുമായിരുന്നു. A man who had everything in the world, but he lost everything because he followed Jesus Christ. ഇവിടെ നമ്മൾ കാണുന്നത് ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ലോകത്തിലുള്ള എല്ലാം ഉണ്ടായിരുന്നിട്ടും ദൈവത്തിന്റെ പിൻചൊല്ലുവാനായിട്ട് എല്ലാം വിട്ടെറിഞ്ഞ് പോയിരിക്കുന്നു. He was telling to me അദ്ദേഹം എന്നോട് പറയുകയായിരുന്നു, that, dear sir, പ്രിയപ്പെട്ട സാർ, because we followed the Jesus Christ, my family beat me with the sticks. My wife was stoned because we followed Jesus Christ. ഞാൻ ഈ യേശുവിന്റെ പുറകെ പോയതുകൊണ്ട് എന്റെ വീട്ടുകാർ എന്നെ അടിച്ചു, എന്റെ നാട്ടുകാർ എന്നെ ഇവിടുന്ന് ഇറക്കി വിടുവാനിടയായി. My father took my son and he threw him away. He said, no one from this family should enter my place. എന്റെ പിതാവ് എന്റെ പുത്രനെ എടുത്ത് എറിഞ്ഞിട്ട് പറയുകയുണ്ടായി, നിന്റെ കുടുംബത്തിൽ നിന്ന് ആരും ഈ ഭവനത്തിൽ ഉണ്ടാകരുത് എന്ന്. The whole village passed a regulation that this family will not get a house in our village. ഞാൻ താമസിക്കുന്ന സ്ഥലത്തുള്ള ഒരു നിയമം ഉണ്ടാക്കി, ഈ കുടുംബം ഈ വില്ലേജിൽ താമസിക്കരുത് എന്ന്. The life was very hard for us. എന്റെ ജീവിതം വളരെ ഇരുളിന്റെ ഒരു അവസ്ഥയായിരുന്നു. But he never left following God. പക്ഷേ അദ്ദേഹം ദൈവത്തെ പിൻചെല്ലുകയിൽ നിന്ന് പിന്മാറുകയില്ല. He prayed, he fasted, he went on to places to tell about Jesus താൻ Christ. പ്രാർത്ഥിച്ചു, താൻ ഉപവസിച്ചു, താൻ ചെല്ലുന്നിടത്തെല്ലാം ഈ യേശു കർത്താവിനെ കുറിച്ച് പറയാനിടയായി. Before 2 months I went to that village. അവിടെ 2 മാസം മുമ്പ് ഞാൻ ആ വില്ലേജിൽ കടന്നു ചെന്നു.
I went with my team members, ഞാൻ എൻ്റെ ടീം മെമ്പേഴ്സുമായിട്ടാണ് അവിടെ കടന്നു ചെന്നത്. and he arranged a big meeting. അവിടെ ഒരു വലിയ മീറ്റിംഗ് താൻ അവിടെ അറേഞ്ച് ചെയ്തു. Around 500-800 people gathered from that village. 500 മുതൽ 800 പേര് വരെ അവിടെ ദൈവവചനം കേൾക്കാനായിട്ട് കടന്നു വന്നു. They were worshipping under trees. അവരൊരു ചെടിയുടെ അടിയിൽ ഇരുന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുകയായിരുന്നു. They did not had any church house to worship in. അവർക്കൊരു ഭവനമോ ബിൽഡിങ്ങോ ഒരു ചർച്ചോ ഒന്നുമില്ലായിരുന്നു. They did not had big mics to speak with. അവർക്ക് സംസാരിക്കുവാനായിട്ട് മൈക്ക് ഒന്നുമില്ലായിരുന്നു. They did not had big instrument to sing with. അവർക്ക് ആരാധിക്കുവാനായിട്ടും പാടുവാനായിട്ടും ഇൻസ്ട്രുമെന്റ്സ് ഒന്നുമില്ലായിരുന്നു. But they had within them the thing which I am talking about today morning. പക്ഷെ അവരുടെ ഉള്ളിൽ അവരുടെ ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിച്ച ആ കാര്യം അവരുടെ ഉള്ളിൽ വേമ്പൽ കൊണ്ടുകൊണ്ടേയിരുന്നു. Oh, their faith eyes were twinkling. അവരുടെ വിശ്വാസ കണ്ണുകൾ മുന്നോട്ട് Oh, they ജ്വലിച്ചുകൊണ്ടേയിരുന്നു. were worshiping the Lord. അവർ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നു. And in a moment of that worship, ആ വർഷിപ്പിനിടയിൽ ഒരു സന്ദർഭത്തിൽ This pastor said, "Sir, I want to introduce you to someone." ആ പാസ്റ്ററിനോട് പറഞ്ഞു, സാർ ഞാൻ നിങ്ങളെ ഇവിടെ പരിചയപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നു. He called his mother and father on the stage. തന്റെ മാതാവിനെയും പിതാവിനെയും സ്റ്റേജിലേക്ക് വിളിച്ചു. And his mother and father came, ആ മാതാവും പിതാവും വന്നപ്പോൾ and they put mala on these pastor and his wife. പാസ്റ്ററിന്റെയും തന്റെ ഭാര്യയുടെയും മേൽ അവരൊരു മാല ഇടിക്കുവാനിടയായി. And they were standing there like this. അവിടെ അവരിങ്ങനെ നിൽക്കുകയായിരുന്നു. I didn't know they were his parents. എനിക്ക് അവരുടെ പിതാവിനെയും മാതാവിനെയും അറിയത്തില്ലായിരുന്നു. I said, "Why are they standing? Why are they not going?" ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഇവരിവിടെ നിൽക്കുന്നത് എന്താണ്, അവർ പോകാത്ത എന്താണെന്ന് ചോദിച്ചു. Then this person told in their native language, താൻ തന്റെ നേറ്റീവ് ലാംഗ്വേജ് തന്റെ മാതൃഭാഷയിൽ ഇങ്ങനെ പറഞ്ഞു, "मका सिर पर हाथ रखी ना आशीर्वाद दे बगैर मैं नहीं जाऊंगा." मतलब अगर ये मेरे सिर पे हाथ बिना हाथ रखे मुझको आशीर्वाद देकर नहीं भेजेगा तो मैं नहीं जाऊंगा. താൻ പറഞ്ഞു, അവരെന്റെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ച് എന്നെ അനുഗ്രഹിച്ചില്ലാതെ ഞാൻ അവരെ വിടുവാനായിട്ട് this സമ്മതിക്കുകയില്ല. son whom he has rejected some years back, he wants to be blessed by that son. കുറച്ച് നാളുകൾക്ക് പിൻപേ താൻ ഉപേക്ഷിച്ച അതേ പുത്രന്റെ കയ്യിൽ നിന്ന് അനുഗ്രഹിക്കും പ്രാപിക്കുവാനായിട്ട് താൻ കടന്നു Why I വന്നിരിക്കുകയാണ്. spoke this testimony? Night seasons are not permanent. ഞാനത് സാക്ഷ്യം നിങ്ങളുടെ മുമ്പ് പറഞ്ഞത്, അന്ധകാരത്തിന്റെ ഇരുളിന്റെ അവസ്ഥകൾ ഒരിക്കലും പെർമനന്റ് അല്ല. Whether it be personal, family, church, no night season is permanent when you are a child of God. കുടുംബത്തിന്റെ അന്ധകാരമാകാം, നിങ്ങളുടെ പേഴ്സണൽ വ്യക്തിഗത അന്ധകാരത്തിന്റെ അവസ്ഥയാകാം, സഭയുടെ ഇരുളിന്റെ അവസ്ഥയാകാം, ഒന്നും പെർമനന്റ് അല്ല, നിലനിൽക്കുകയില്ല. Then I want to speak about some other nights. വേറെ രാത്രിയെ കുറിച്ച് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. 2 Kings chapter 7 verse 5. 2 രാജാക്കന്മാർ അതിന്റെ 7-5 വാക്യം. അങ്ങനെ അവൻ അരാം പാളയത്തിൽ പോകുമ്പോൾ സന്ധ്യാസമയത്ത് പുറപ്പെട്ട് അരാം പാളയത്തിന്റെ അറ്റത്ത് വന്നപ്പോൾ അവിടെ ആരെയും കാണുവാനില്ല. This is a beautiful story. ഇതൊരു നല്ല ഒരു കഥയാണ്. People have surrounded the children of God. ദൈവത്തിന്റെ ജനതയിലെ ചുറ്റി നിൽക്കുന്ന ആൾക്കാരെയാണ് കാണുവാൻ സാധിക്കുന്നത്. 4 lepers അവിടെ 4 കുഷ്ഠരോഗികളെ കാണുവാൻ സാധിക്കുന്നു. who were casted out of the city. അവരെ ആ സിറ്റിയിൽ നിന്ന് വെളിയിലെ തള്ളിക്കളഞ്ഞിരിക്കുന്നവരാണ്. They were about to die. അവർ മരിക്കുവാനായിട്ട് പോകുന്ന വ്യക്തികളാണ്. मरने वाले थे. അവർ മരിക്കുവാൻ പോകുന്ന വ്യക്തികളാണ്. उन्होंने बोला, "चलो अपना लक ट्राई करते हैं." അവർ പറഞ്ഞു, ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. हम लोग आरामी सेना की ओर जाएंगे. ഞങ്ങൾ അരാം സേലയത്തിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ अगर वो लोग मार डालेंगे तो मर जाएंगे, कुछ खाने को देंगे तो खा के आ जाएंगे. അവർ ഞങ്ങളെ കൊല്ലുകയാണെങ്കിൽ കൊല്ലട്ടെ, എന്തെങ്കിലും കഴിക്കുവാൻ തരുവാണെങ്കിൽ ഞങ്ങൾ കഴിക്കും. They started walking. അവർ നടക്കുവാനായിട്ടിടയായി. This is all they can do. ഇത് മാത്രമാണ് അവർക്ക് ചെയ്യുവാനായിട്ട് കഴിയുന്നത്. Bible tells a truth. പക്ഷെ വേദപുസ്തകം ഒരു സത്യം വിളിച്ചു പറയുന്നു. When they were walking like this, അവർ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോൾ the king, രാജാവ്, the enemy, ശത്രു, they were listening to a big sound അവരൊരു വലിയ ശബ്ദം കേൾക്കുവാനായിട്ടിടയായി. of chariots, of horses, of enemy coming. ഒരു വലിയ സൈന്യം കുതിരയുമായിട്ട് കടന്നു വന്നതായിട്ട് അവർ കേൾക്കുവാനായിട്ടിടയായി. Not 1, 2, 3 or 4 people. They were listening the sounds of big crowd of enemies coming. 1, 2, 3, 4 ആൾക്കാരുടെ ശബ്ദമല്ല, ഒരു വലിയ സൈന്യം വരുന്നതായിട്ട് അവർ കേൾക്കുവാനായിട്ടിടയായി. प्रार्थना करूंगा तो क्या अंतर होगा? പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചേഞ്ച് ആണ് കാണപ്പെടുന്നത്? उपवास करूंगा तो क्या बदल जाएगा? ഞാൻ ഉപവസിക്കുമ്പോൾ എന്താണ് മാറുന്നത്? ओ परमेश्वर का दास बोलता है, कल अगर समय होगा तो एक गधे का सिर 1 शेकेल में बिकेगा. നിങ്ങളുടെ ജീവിതത്തിലുള്ള വരുന്ന ദിവസങ്ങൾ, സമയങ്ങൾ, അതിനെല്ലാം അതിജീവിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. एक गधे का सिर 1 शेकेल में बिकने वाला दिल कल होगा. അവിടെ നടക്കുന്നത് ഏറ്റവും വലിയ അത്ഭുത പ്രവൃത്തിയാണ് നിങ്ങൾ കാണുവാൻ സാധിക്കുന്നത്. क्योंकि तूने विश्वास नहीं किया, तू उस बात को देख नहीं നിങ്ങൾ पाएगा. വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങൾ ഇത് കാണുവാൻ സാധിക്കുകയില്ല. A God who turns the voice of lepers into the voice of an army.
ഒരു കുഷ്ഠരോഗിയുടെ ശബ്ദത്തെ ഒരു സൈന്യത്തിന്റെ ശബ്ദമാക്കി തീർക്കുന്നവനാണ് നമ്മുടെ A പിതാവാം God ദൈവം. who shakes situation on top of your fasting and prayer. നിങ്ങളുടെ ഉപവാസത്തിന്റെ പ്രാർത്ഥനയും ചില അനുഭവങ്ങളെ മാറ്റുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. Chains are bounded around you. നിങ്ങളെ ജീവിതത്തിൽ ചില ചങ്ങലകൾ നിങ്ങളെ കെട്ടിയിട്ടിരിക്കുന്നു. When there is no next morning in your life, നിങ്ങളുടെ ജീവിതത്തിൽ വരും ദിവസം ഒരു രാവിലെ ഇല്ലായിരിക്കും. God says, start worshiping. ദൈവം നിങ്ങളോട് പറയുന്നു, ആരാധിച്ചു തുടങ്ങുക. Chains will be broken. ആ- ആ- Night will be a night of miracle. ആ ചങ്ങലകൾ പൊട്ടിമാറുവാനിടയാകും. ഈ രാത്രിയിൽ അവസ്ഥ ഒരു അത്ഭുതത്തിന്റെ അവസ്ഥയായി മാറും. This night is not a night of sorrow. ഈ രാത്രിയുടെ അവസ്ഥ ദുഃഖത്തിന്റെ അവസ്ഥയല്ല. This night is night of rejoicing. ഈ രാത്രിയുടെ അവസ്ഥ സന്തോഷത്തിന്റെ അവസ്ഥയാണ്. This night is not a night of crying. ഈ രാത്രിയുടെ അവസ്ഥ കരച്ചിലിന്റെ അവസ്ഥയല്ല. This night is a night of telling prophecy. ഈ രാത്രിയുടെ അവസ്ഥ ഒരു പ്രവചനത്തിന്റെ അവസ്ഥയാണ്. Because you are serving a living God. നിങ്ങൾ ആരാധിക്കുന്ന ഒരു ജീവനുള്ള ദൈവത്തിനെയാണ്. Because your God has a purpose for you. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. Do not get dismayed. Do not get worried. നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾ കരയേണ്ട ആവശ്യമില്ല. There is still a time when God can work. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്ന ഒരു സമയമുണ്ട്. He doesn't work on people's thoughts. നിങ്ങളുടെ ജീവിതത്തിൽ ആരും നിങ്ങളെ നിർത്തുകയില്ല. तुम्हारे बारे में लोग क्या सोचते हैं उससे परमेश्वर को कोई फर्क नहीं पड़ता. നമ്മളെ കുറിച്ച് മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു അതിൽ നിന്ന് ദൈവം ഒന്നും ആഗ്രഹിക്കുന്നില്ല. तुम्हारे मन में आज के अवस्था का व्याकलन क्या है उसके बारे में परमेश्वर नहीं सोचता. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യാകുലതകൾ ദൈവത്തിന് അതിൽ നിന്ന് ഒരു കാര്യവുമില്ല. Hannah, when you are crying, ഹന്ന, നീ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ God has kept a Shamuel for you. ഒരു ശമൂവേലിനെ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിരുന്നു. Though you cannot see it today morning, ഇന്ന് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുകയില്ലായിരിക്കും. you cannot see it today night. ഇന്ന് രാത്രി നിങ്ങൾക്ക് കാണുവാൻ I can സാധിക്കുകയില്ലായിരിക്കും. understand it's a night season for you. നിങ്ങൾ വിചാരിക്കുന്നത് ഇതൊരു രാത്രിയുടെ അവസ്ഥയാണെന്നാണ്. Everything is looking, because the enemy is making sound. It's like a feeling that I will not win. എല്ലാം നിന്ന പോലെ തോന്നുന്നത് നിങ്ങളുടെ ശത്രു നിങ്ങളെ വളഞ്ഞിരിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നിയത് കൊണ്ടാണ്. Kings get frightened. നിങ്ങൾ പേടിച്ച ഒരു അവസ്ഥയിലാണ്. Kings get frightened. രാജകുമാർ പേടിച്ചു പോയി. शाऊल डर के कांप रहा था. അവിടെ ശൗലും പേടിച്ച് വിറച്ചുകൊണ്ടിരിക്കുന്നു. But a man who has something inside, a vision inside, a faith eyes which is working, a faith ears which are working, he will not worry because he sees much more than what other people അവിടെ ഒരു see. വ്യക്തി ഉണ്ടായിരുന്നു, താൻ ദർശനത്തിൽ തന്റെ വിശ്വാസത്തിൽ മുന്നേറുന്ന വ്യക്തിയായിരുന്നു. പക്ഷെ താൻ എല്ലാം കണ്ടുകൊണ്ടേയിരുന്നു. Let the people who are frightened, പേടിച്ച ജനതയോട് let them get frightened. അവർ പേടിച്ചുകൊണ്ടിരിക്കട്ടെ. Let the people who are worrying, let them get worried. വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ജനത വിഷമിച്ചുകൊണ്ടിരിക്കട്ടെ. Start walking with the might you have within you. നിനക്ക് ദൈവം തന്ന ശക്തിയാൽ നീ നടക്കുവാനായിട്ട് ആരംഭിക്കുക. It's not your age which matters. നിന്റെ വയസ്സ് നിനക്ക് ഒരു കാര്യമല്ല. It's not your situation which നിന്റെ matters. സന്ദർഭം നിനക്കൊരു കാര്യമല്ല. It's your heart and his heart which have been joined together which matters. എന്റെയും നിന്റെയും ദൈവമായിട്ടുള്ള ആ ബന്ധം, ഹൃദയബന്ധമാണ് നമ്മുടെ ജീവിതത്തിൽ Every night season will change. എല്ലാ രാത്രിയുടെ അവസ്ഥയിലും മാറ്റപ്പെടും. Hallelujah. ഹല്ലേലൂയ. I know few people. എനിക്ക് കുറച്ച് പേരെ അറിയാം. I'll tell about myself. ഞാൻ എന്നെ കുറിച്ച് തന്നെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. Pastor told about my good times. എന്റെ നല്ല ജീവിതത്തെ കുറിച്ച് പ്രിയ പാസ്റ്റർ പറയുകയുണ്ടായി. I did my engineering from Anna University. ഞാൻ അണ്ണാ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എന്റെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. I went to MS. I went to do MS in USA, Loyola University, Chicago. ലോയല യൂണിവേഴ്സിറ്റി ചിക്കാഗോയിൽ ഞാൻ MS പഠിക്കാനായിട്ട് I was കടന്നുപോയി. studying IIT. I was studying PhD in IIT Indore. ഞാൻ IIT ഇൻഡോറിൽ ഞാൻ PhD സ്റ്റഡീസ് നടത്തി. I was head of department in computer science and IT. ഞാൻ അവിടെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ITയുടെ മെയിൻ കാര്യകർത്തനായിരുന്നു. My wife was born and brought up in Sharjah. ഷാർജയിലാണ് എൻ്റെ ഭാര്യ വളർന്നതും ജീവിച്ചതും. She did her computer engineering. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിരിക്കുന്നു. She was teaching with me in the engineering college. അതേ കോളേജിൽ അദ്ദേഹം എൻ്റെ കൂടെ പഠിപ്പിക്കുകയായിരുന്നു. Yes, of course, my heart's desire was that I will have lots of money, I will have power and everything which I can gain in the world. എൻ്റെ ഹൃദയം ആഗ്രഹിച്ചിരുന്നത് സമ്പത്തുണ്ടാക്കി ഈ ലോകത്തിൽ ഈ ലോകപരമായ കാര്യങ്ങളിലായിരുന്നു എൻ്റെ ചിന്ത. But it takes a second for the life situations. പക്ഷേ ദൈവത്തിന് ഒരു സെക്കൻഡ് മാത്രം മതി നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുകയാണ്. Some things which I relied on in this world change all of a sudden. ഈ ലോകത്തിൽ ഞാൻ അടിസ്ഥാനമിട്ടിരുന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. I had severe cholesterol. എൻ്റെ ജീവിതത്തിൽ കൊളസ്ട്രോളിന്റെ അവസ്ഥ കടന്നു വന്നു. I had financial situations because of the illness going in our family. ഈ രോഗം കാരണം, ഈ ആരോഗ്യപരമായ വിഷയങ്ങൾ കാരണം എൻ്റെ ജീവിതത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കടന്നു വന്നു. Politics started happening against എൻ്റെ me. ജീവിതത്തിൽ പൊളിറ്റിക്സ് കടന്നു വന്നു. I started praying to God. ഞാൻ പ്രാർത്ഥിക്കുവാനായിട്ടിടയായി. My mother, she fasted 7 days.
എന്റെ മാതാവ് 7 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. She eats only 3 times in a week. ഒരാഴ്ചയിൽ 3 പ്രാവശ്യം മാത്രം കഴിക്കുകയുള്ളായിരുന്നു. She's told to me, Santosh, you also start and pray. അദ്ദേഹം എന്റെ മമ്മിയും എന്റെ കൂട്ടത്തിരുന്ന് പ്രാർത്ഥിച്ചു. I started praying. ഞാനും പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. In the night times, God started speaking to me. രാത്രി കാലങ്ങളിൽ ദൈവം എന്നോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു. All what I am doing today is the visions which I get in the night time. ഇന്ന് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അന്ന് രാത്രിയാമങ്ങളിൽ എനിക്ക് ദർശനത്തിലൂടെ കിട്ടിയതാണ്. 2 or 3 o'clock when everyone was sleeping, God shook me and got me up and he started showing me visions. 2 മണി 3 മണി യാമങ്ങളിൽ ദൈവം എന്നെ എണീപ്പിച്ചിരുത്തിക്കൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തന്നു. He told me that you will be my servant. ദൈവം എന്നോട് പറഞ്ഞു നീ എന്റെ ദാസനാകും. He told me that you will go to the villages. ദൈവം എന്നോട് പറഞ്ഞു നീ വില്ലേജുകളിൽ പോകും. He told me that people will come against you. ദൈവം എന്നോട് പറഞ്ഞു ആളുകൾ നിനക്കെതിരായി എഴുന്നേൽക്കും. But I will use you mightily. പക്ഷെ ഞാൻ നിന്നെ എടുത്ത് ഉപയോഗിക്കും. I had no strength physically or mentally with me. എനിക്ക് ശാരീരികമായും ഭൗതികമായും ഒരു സ്ട്രെങ്തും ഒരു ശക്തിയും എനിക്കില്ലായിരുന്നു. Mentally I was drowned out. ഞാൻ മെന്റലി ഒരു താഴ്ന്ന കടയിൽ But ജീവിച്ചു. I started listening to the living voice. ഞാൻ ആ ജീവനുള്ള ദൈവത്തിൽ കേട്ട് നടക്കുവാനായിട്ടിടയായി. I said, God, whatever you tell, I will follow that. ഞാൻ ദൈവത്തോട് പറഞ്ഞു ദൈവമേ നീ പറയുന്നത് എന്തും ഞാൻ ചെയ്യും. We listen to God clearly only in night times. രാത്രിയാമങ്ങളിലാണ് നമ്മൾ ദൈവത്തോട് പറ്റിച്ചേർന്നിരുന്ന് കേൾക്കുന്നത്. You know what is ICU? നിങ്ങൾക്കറിയാവോ ICU എന്താണെന്ന്? You have seen in hospital written ICU. ആശുപത്രികൾ നിങ്ങൾ കാണും ICU എന്ന്. It's ICU. അവിടെ എഴുതിയിരിക്കുന്നതിന്റെ അർത്ഥം ഞാൻ നിന്നെ കാണുന്നു. Lots of poems are written in ICU. ICUയുടെ ഈ ഒരു വിഷയത്തിൽ പല കവിതകളും എഴുതിയിട്ടുണ്ട്. And these poems became world known when they come out of the ICU. ഭൂലോകമൊട്ടാകെ ഈ പോയങ്ങൾ അറിയപ്പെട്ടു അവർ ICUയിൽ നിന്ന് വെളിവന്നപ്പോൾ. This night season is not a simple season. ഈ രാത്രിയാമങ്ങളിൽ ഒരു ചെറിയൊരു യാമങ്ങളല്ല. It's a season of revival. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉണർവിന്റെ അവസ്ഥയാണ്. It's a season of new vision. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ദർശനത്തിന്റെ അവസ്ഥയാണ്. I am happy that you agreed to fast and pray. ഞാൻ വളരെ സന്തോഷിക്കുന്നു നിങ്ങൾ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ആകാനായിട്ട് ആഗ്രഹിച്ചു. When I started fasting and praying, God showed me that you will be a pastor. ഞാൻ ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും ആരംഭിച്ചപ്പോൾ ദൈവം എനിക്ക് ദർശനത്തിൽ കാണിച്ചു നീ ഒരു പാസ്റ്ററായി തീരും. Being a director, my father was a good evangelist. എൻ്റെ പിതാവ് ഒരു നല്ല ഇവാഞ്ചലിസ്റ്റ് ആയിരുന്നു. But God told me that you will be a pastor. ദൈവം എന്നോട് പറഞ്ഞു നീ ഒരു പാസ്റ്റർ ആകുമെന്ന്. I pastored a church back in Indore with around 250 believers in it. ഇൻഡോറിൽ ഞാനൊരു സഭയിൽ പാസ്റ്റർ ആയിരിക്കുന്നു. അവിടെ 250 പരം ദൈവവിശ്വാസികളുണ്ട്. God told me that you will be used with miracles in your sevakai. ദൈവം എന്നോട് പറഞ്ഞു നിന്റെ ദൈവവേലയുടെ സമയത്ത് നീ അത്ഭുത കാര്യങ്ങൾ പ്രവർത്തിക്കും. We have seen people getting healed with cancer. People who do not have children for 18 years, 19 years, coming to us, we pray for them and God healed them. വളരെ കാലമായി 20 വർഷങ്ങളായി ഇല്ലാത്തവർക്ക് സന്താനമുണ്ടാകുന്നതും ക്യാൻസർ രോഗികൾക്ക് സൗഖ്യം പ്രാപിക്കുന്നതും ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. We do not have any people coming from Christian background to our church. ഞങ്ങളുടെ ചർച്ചിൽ ക്രിസ്ത്യാനി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന വിശ്വാസികൾ കുറവാണ്, അധികമില്ല. Today morning also a message came to us that God performed a miracle in some family. ഇന്ന് രാവിലെയും ഒരു മെസ്സേജ് എനിക്ക് വരുവാനിടയായി ഒരു ഭവനത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു എന്ന്. This all God shows when it's a night time for you. ഇതെല്ലാം ദൈവം കാണിക്കുന്നത് ഇരുളിന്റെ ഒരു അവസ്ഥയിലാണ്, രാത്രിയിലാണ്. Situations against you. ഈ ലോകത്തുള്ള സന്ദർഭങ്ങൾ നമുക്ക് വിരോധമായിരിക്കും. God speaks that this Bible school is not enough. You have to start training centers in native languages. ദൈവം നമ്മളോട് പറയുന്നു ഈ സെമിനാരി ഈ ബൈബിൾ കോളേജ് മാത്രം പോരാ, നീ മാതൃഭാഷകളിൽ പല ഭാഷകളിൽ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്ന സെമിനാരികൾ തുടങ്ങണമെന്ന്. God said to me, people will come to you asking for shelter. ദൈവം പറയുന്നു ആളുകൾ നിന്നെ തേടി ഒരു താമസ സ്ഥലം തേടി നിന്നിലേക്ക് വരുമെന്ന്. You understand my situation? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്റെ സന്ദർഭം എന്തെന്ന്? Darkness all around. അന്ധകാരം എന്നെ ചുറ്റിയിരിക്കുന്നു. Oh, problems all. പല ചിന്തകളും ഞാൻ ചുറ്റി വളഞ്ഞിരിക്കുന്നു. But the only thing he was not able to block was my sight from upside. ഒരേ ഒരു കാര്യം താൻ ആത്മിക കണ്ണുകൾ കാണുന്നു, അത് മുകളിലുള്ള കാര്യങ്ങളാണ്. And when he starts speaking, he doesn't speak in vain. താൻ സംസാരിക്കുമ്പോൾ താൻ പഴയ പോലെയല്ല സംസാരിക്കുന്നത്. Oh, when you give your heart to the Lord for what you are listening. നമ്മൾ ദൈവത്തിൽ കേൾക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഹൃദയം ദൈവത്തിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. Situations will change. നമ്മുടെ ജീവിതത്തിൽ സന്ദർഭങ്ങൾ മാറി മറിയും. God speaks to Samuel. ദൈവം ശമൂവേലിനോട് പറയുന്നു. I explained to you the situation was very negative.
അവിടുത്തെ സന്ദർഭങ്ങൾ വളരെ നെഗറ്റീവാണ്. people fighting, അവിടെ ആളുകൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. people arguing, അവിടെ ആളുകൾ തർക്കിച്ചുകൊണ്ടിരിക്കുന്നു. people doing all sorts of things. ജനങ്ങൾ അവിടെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. But what they are doing is with their spiritual eye, with their physical eyes, physical mouth and physical ears. അവിടെ ഇവർ ചെയ്യുന്നത് തന്റെ ആത്മിക കണ്ണുകളാൽ ആത്മിക ചെവികളാൽ അവലും ചിലത് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. This night was going to change everything. ഈ രാത്രിയാമങ്ങൾ ചില മാറ്റങ്ങളുടെ സമയങ്ങളാണ്. This night was going to change everything. ഈ രാത്രിയാമങ്ങൾ എല്ലാം മാറി മറിയുന്ന ഒരു സമയമാണ്. God speaks to a small child. അവിടെ ഒരു ചെറിയ ബാലനോട് ദൈവം സംസാരിക്കുന്നു. Can we all close our eyes? നമുക്ക് നമ്മുടെ കണ്ണുകളെ ഒന്ന് അടയ്ക്കാം. I understand that situations around you are not favorable. ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങളുടെ സന്ദർഭങ്ങൾ നിങ്ങൾക്ക് സഹായകരമാകുന്ന വിധത്തിലല്ല. The things which you are hearing doesn't please the heart. നിങ്ങൾ കേൾക്കുന്ന ചില വിഷയങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നതാണ്. You do not know where things are going in the future. നിങ്ങളുടെ ജീവിതത്തിൽ വരും കാലങ്ങൾ എങ്ങനെയാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ല. Hannah is crying. ഹന്ന കരയുകയാണ്. Israel is in a very bad situation. ഇസ്രായേൽ ജനത ഒരു ദുഃഖകരമായ അവസ്ഥയിലാണ്. People who are supposed to wake up and pray cannot see and are sleeping. എഴുന്നേറ്റ് ജാഗരിച്ച് ആരാധിക്കേണ്ട ജനങ്ങൾ ഉറങ്ങുന്ന ഒരു അവസ്ഥയാണ്. God speaks to a small child. ദൈവം ഒരു ചെറിയ ബാലനോട് ഇങ്ങനെ സംസാരിക്കുന്നു. God speaks to a small child. ദൈവം ഒരു ചെറിയ ബാലനോട് ഇങ്ങനെ അരുളി ചെയ്യുന്നു. God speaks to you today morning. ദൈവം നിങ്ങളോട് അരുളി ചെയ്യുന്നു. I want to change the situation. എനിക്ക് നിന്റെ അനുഭവങ്ങളെ മാറ്റിമറിക്കുവാനായിട്ട് ആഗ്രഹമുണ്ട്. I love these people no matter what they love me or not. എനിക്ക് ജനതയെ സ്നേഹിക്കുവാനാണ് ഇഷ്ടം, അവരെന്നെ സ്നേഹിച്ചില്ല. I love your family. I love you no matter who tells what. ഞാൻ നിന്റെ ഭവനത്തെ സ്നേഹിക്കുന്നു, ആരെന്തു പറഞ്ഞാലും ഞാൻ നിന്റെ ഭവനത്തെ സ്നേഹിക്കുന്നു. This night is not permanent. A day is coming. ഈ രാത്രി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്ഥിരമായ ദിവസമല്ല, ഇത് മാറി മറിയും. And you will be the person standing in the first row when that day comes. ആ ദിവസം വരുമ്പോൾ ആ ലൈനിൽ ആദ്യം നിൽക്കുന്ന വ്യക്തി നീയായി തീരും. When that day comes, people will know you. ആ ദിവസം വരുമ്പോൾ ആളുകൾ നിന്നെ തിരിച്ചറിയും. From every corner of this city. ഈ സിറ്റിയിലുള്ള ഓരോ മൂലയിൽ നിന്നും ആളുകൾ നിന്നെ തിരിച്ചറിയും. But today things are not favorable. ഇന്ന് നിന്റെ അനുഭവങ്ങൾ നിനക്ക് സഹായകരമല്ല. Today it's all looking darkness. നിന്റെ ജീവിതത്തിൽ ഇപ്പോൾ എല്ലാം അന്ധകാരത്തിന്റെ അവസ്ഥയാണ്. I want to cry. ഞാൻ കരയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. I want to go before the Lord. ഞാൻ ദൈവം മുമ്പാകെ ചെല്ലുവാനായിട്ട് ആഗ്രഹിക്കുന്നു. And God says you will be the person who is going to lead. ദൈവം നിന്നോട് പറയുന്നു, നീ എല്ലാം വിട്ടുമറന്ന Don't lose your heart. You will be leading. നീ വിശ്വാസത്തിന്റെ ഹൃദയത്തെ മാറ്റിക്കളയരുതെന്ന് ദൈവം നിന്നോട് I പറയുന്നു. have something good kept for you. ഞാൻ നിനക്ക് വേണ്ടി ചിലത് ഒരുക്കി വെച്ചിരിക്കുന്നു. Because you chose to pray, fast and cry, I am going to use you. കാരണം നീ ഉപവസിക്കാനും പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിച്ചു, ഞാൻ നിന്നെ എടുത്ത് ഉപയോഗിക്കുവാൻ പോകുന്നു. Oh, I am the living God. ഞാൻ ജീവിക്കുന്ന ജീവനുള്ള ദൈവമാണ്. My people will not fail. ആൾക്കാർ നിങ്ങൾക്ക് വേണ്ടി നിന്നില്ലെങ്കിലും. Hallelujah. I believe that the Spirit is talking to you this morning. ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെടുന്നു എന്ന്. मैं आज सुबह के समय आपके लिए प्रार्थना करना ഞാൻ चाहता हूं. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. हालेलुया. अपने हृदयों को एक बार और परमेश्वर के पास में ले जाए. हम ഒരിക്കൽ കൂടി ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലാം. इस उपवास प्रार्थना के खत्म होते होते ഈ ഉപവാസ പ്രാർത്ഥന അവസാനിക്കുമ്പോൾ प्रभु भोज की सेवकाई में जाने के നമ്മൾ पहले കർത്തൃമേശയിലേക്ക് പോകുന്ന സമയത്ത് एक और बार अपने हृदय को प्रभु के पास में ले जाए. നിങ്ങൾ നിങ്ങളുടെ ഹൃദയമായിട്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുക. मेरे चारों तरफ की अवस्थाएं मुझे डराती हैं प्रभु जी. ദൈവമേ, എന്റെ നാല് ദിശകളുടെയും അവസ്ഥകൾ എന്നെ പേടിപ്പിക്കുന്നു. पर मैं डरता नहीं हूं ഞാൻ क्योंकि तू मेरे പേടിക്കുകയില്ല. साथ है. मत डर क्योंकि मैं तेरे संग हूं. ദൈവം പറയുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. गीतकार ऐसा गाता है. ഗാനരചയിതാവ് ഇങ്ങനെ പാടുന്നു, मैं तेरे संग हूं मत डर, मैं तेरा परमेश्वर हूं मत ताक,
इधर उधर, I am with you. Do not look here and there. ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ വേറെ എങ്ങോട്ടും നോക്കേണ്ട ആവശ്യമില്ല. प्रभु तेरे बच्चों के लिए हम लोग प्रार्थना करते हैं. ഞങ്ങൾ പ്രാർത്ഥിക്കുവാനായിട്ട് പോകുന്നതാണ്. तेरे दासों के लिए हम लोग प्रार्थना करते हैं. നിങ്ങളുടെ ദാസന്മാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. कुम्भनाड़ की चर्च के लिए हम लोग प्रार्थना करते കുമ്പനാട് हैं. സഭയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ये पूरे देश में लीडरशिप दे रहा है प्रभु जी, होने पाए प्रभु, हालेलुया, बड़े बड़े दर्शन यहाँ से बाहर निकलने ഈ पाए. ദേശത്തിൽ ഓരോ ദൈവദാസന്മാർക്കും വലിയ വലിയ ദർശനങ്ങൾ നിറയ്ക്കുവാനായിട്ട് ओ ये हमारे പ്രാർത്ഥിക്കുന്നു. देश को हिलाने वाले लोग बनने पाए. ഈ ദേശത്തെ വിറപ്പിക്കുന്നവരായി ദാസന്മാർ തീരുവാനായിട്ട് ഞങ്ങൾ प्रभु आने वाले दिनों में यहाँ पर बड़ी बड़ी गवाहियां उत्पन्न होने ഇവിടെ നിന്ന് पाए. വലിയ വലിയ സന്ദേശങ്ങൾ സാക്ഷ്യങ്ങൾ കേൾക്കുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. आज जो थके हैं, परेशान हैं, वो कल के दिन के रिवाइवल करने वाले बनने पाए. ഇവിടെ എല്ലാവരും ഒരു ഉണർവിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. इस उपवास प्रार्थना को आपने मानित किया है, हम विश्वास करते हैं. ഞങ്ങൾ പ്രാർത്ഥനയിലിരിക്കും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. अपनी आँख को आपने भेजा है, हम धन्यवाद देते हैं. ഞങ്ങളെ ഇവിടെ വിളിച്ചതിന് ഞങ്ങൾ നിങ്ങൾക്ക് നന്ദി പറയുന്നു. प्रार्थना यीशु के नाम से हम मांगते हैं. ഈ പ്രാർത്ഥന ഞങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. आमीन. ആമേൻ ആമേൻ. एक और बार इतना समय दिए हुए परमेश्वर के दास को, कलीसिया को मैं धन्यवाद देते हुए अपनी जगह पर बैठना चाहता हूं. ഇവിടെ എനിക്ക് പ്രസംഗിക്കാനായിട്ട് അനുവദിച്ച എല്ലാ ദേവദാസന്മാർക്കും അധികാരികൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ദേവസേനയിൽ ഇരിക്കുന്നു. താങ്ക് യു.